എല്ലാവർക്കും നമസ്കാരം. എയിം സ്റ്റഡീസ് സെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പോയട്രി സെക്ഷനിൽ അടുത്ത പോയമാണ് നോക്കാൻ പോകുന്നത്. എ.കെ. രാമാനുജൻ. എ.കെ. രാമാനുജൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം, നമ്മളുടെ സിലബസിൽ എ.കെ. രാമാനുജൻ്റെതായിട്ട് പഠിക്കാനായിട്ടുള്ള ഒരേ ഒരു പോയം മാത്രമേ ഉള്ളൂ, ഒബിച്വറി ആണ് അല്ലേ? ഒബിച്വറി. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പോയത്തിലേക്ക് പോകാം. വലിയ എക്സ്പ്ലനേഷനോ അല്ലെങ്കിൽ വലിയൊരു പോയോ ഒന്നല്ല അത്. നമുക്കറിയാം, ഒരു ഇന്ത്യൻ റൈറ്ററാണ്. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം ഈ പോയം എഴുതിയിട്ടുള്ളത്. വലിച്ചു വാരി ധാരാളം പഠിക്കാനൊന്നുമില്ല. എന്നാൽ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇതിലത്തെ ഒബിച്വറി എന്ന് പറയുന്ന പോയത്തിൽ ഓർത്ത് വെക്കണം. അന്ന് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അത്തിപ്പറ്റെ കൃഷ്ണസ്വാമി രാമാനുജൻ, എ.കെ. രാമാനുജന്റെ ഫുൾ ഫോം ആണ് അല്ലെ. വാസ് ആൻ ഇന്ത്യൻ പോയറ്റ് ആൻഡ് സ്കോളർ. ഇന്ത്യൻ പോയറ്റ് ആണ്, സ്കോളർ ആണ്. ഹി വാസ് എ പോയറ്റ്, സ്കോളർ, പ്രൊഫസർ, ഫോക്ലോറിസ്റ്റ്, ട്രാൻസ്ലേറ്റർ ആൻഡ് പ്ലേ റൈറ്റർ. നമ്മൾ പറയുന്ന ചില ഓതേഴ്സ് ഒരു പോയറ്റ് എന്ന് പറയുന്ന പദവിയിൽ ഒതുങ്ങി നിൽക്കാതെ അവർ ബഹുമുഖ പ്രതിഭകളായിരിക്കും. വ്യത്യസ്ത എന്താ പറയുക രീതിയിൽ ബഹുമുഖ പ്രതിഭ എന്ന് പറയുമ്പോൾ വ്യത്യസ്ത മേഖലകൾ. ഇദ്ദേഹത്തിൻ്റെ എഴുത്തിൽ തന്നെ അദ്ദേഹം എന്താണ്, ഫോക്ലോറിസ്റ്റ്, ട്രാൻസ്ലേറ്റർ, പ്ലേ റൈറ്റർ, അതുപോലെ തന്നെ പ്രൊഫസറും സ്കോളറും പോയറ്റും ഒക്കെ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്. His academic research ranged across 5 languages. 5 ലാംഗ്വേജുകളിലാണ് അദ്ദേഹം എന്താ പറയുക പരീക്ഷണം നടത്തിയത്. ഏതൊക്കെയാ? ഇംഗ്ലീഷ്, കന്നഡ, തമിഴ്, തെലുഗു, സാൻസ്ക്രിറ്റ്. ഇതിലൊക്കെ ഒരുപാട് റിസർച്ച് നടത്തുകയും എഴുതുകയും ഒക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് എ.കെ. രാമാനുജൻ. ഹി വാസ് ബോൺ ഓൺ 16th March 1929 മൈസൂറിലാണ് ജനിക്കുന്നത്. Died on 13th July 1993 ഷിക്കാഗോ, യുണൈറ്റഡ് സ്റ്റേറ്റിൽ വെച്ചിട്ടാണ് മരിക്കുന്നത്. ഓക്കെ, 1929 അല്ലേ? ഷിക്കാഗോ, യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ വെച്ചിട്ട് 1993 മരിക്കുന്നത്. ഷിക്കാഗോ യൂണിവേഴ്സിറ്റിയിലേക്ക് ഏഷ്യൻ സ്റ്റഡീസിനെ കുറിച്ചൊക്കെ പഠിപ്പിക്കുന്ന പ്രൊഫസറായിരുന്നു എ.കെ. രാമാനുജൻ. ധാരാളം അവാർഡുകൾ വാങ്ങിയിട്ടുള്ള വ്യക്തിയാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ അവാർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. പത്മശ്രീ 1976 പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. മാക് ആദർ ഫെലോഷിപ്പ് ലഭിച്ചിട്ടുണ്ട്. സാഹിത്യ അക്കാദമി ഫോർ ഇംഗ്ലീഷ് റൈറ്റർ, ഇംഗ്ലീഷ് റൈറ്ററിനുള്ള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ മേജർ വർക്കുകൾ സെക്കൻഡ് സൈറ്റ് 1986, ദെൻ ദ സ്ട്രൈഡേഴ്സ് 1966, ദ കളക്റ്റഡ് പോയംസ് ഓഫ് എ.കെ. രാമാനുജൻ, എ.കെ. രാമാനുജന്റെ കളക്റ്റഡ് പോയംസ്. 1999 അദ്ദേഹത്തിന് ഇതിന് സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. പോസ്റ്റുമസ്ലി, മരണശേഷമാണ് അദ്ദേഹത്തിന് എന്ത് ലഭിക്കുന്നത്, അവാർഡ്, സാഹിത്യ അക്കാദമി അവാർഡ് അതിന് ലഭിക്കുന്നത് കേട്ടോ, in 1999. എ റിവർ, astronomer, still life, a river, astronomer, still life. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ എന്താണ്, വേറെ വർക്കുകളാണ്. ഓൺ ദ ഡെത്ത് ഓഫ് ദ പോയം, എക്സ്റ്റെൻഡഡ് ഫാമിലി, എലമെന്റ്സ് ഓഫ് കമ്പോസിഷൻ, പ്രയേഴ്സ് ടു ലോർഡ് മുരുകൻ. ഇതെല്ലാം എ.കെ. രാമാനുജൻ. നമുക്കറിയാം എ.കെ. രാമാനുജൻ റിലേറ്റഡ് ആയിട്ട് വലിയ രീതിയിൽ അല്ലെങ്കിൽ ഒരു വൈഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, ആഴത്തിലുള്ള ചോദ്യങ്ങളൊന്നും നമുക്ക് ഇതുവരെ പരീക്ഷകളിൽ ചോദിച്ചിട്ടില്ല. പോയം റിലേറ്റഡ് ആയിട്ടാണ് കൂടുതൽ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ട്രാൻസ്ലേഷൻസ് ഫ്രം ഡിഫറെൻറ്റ് ലാംഗ്വേജസ്. നമുക്കറിഞ്ഞു 5 ഭാഷകൾ നിസ്സംശയം കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ് എ.കെ. രാമാനുജൻ. അതുകൊണ്ട് തന്നെ പല ഭാഷകളിൽ നിന്നും അദ്ദേഹം ട്രാൻസ്ലേഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ട്. സ്പീക്കിംഗ് ഓഫ് ശിവ 1973 അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ലേഷൻ ആണ്. ദ ലിറ്ററേച്ചർ ഓഫ് ഇന്ത്യ, ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള വർക്കുകളെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ദെൻ ഹൈമൻസ് ഫോർ ദ ഡ്രോണിങ് 1981,
പോയം ഓഫ് ലവ് ആൻഡ് വാർ 1985, വെൻ ഗോഡ് ഈസ് കസ്റ്റമർ. ഇതൊക്കെ അദ്ദേഹത്തിന്റെ എന്താണ്? മേജർ ട്രാൻസ്ലേഷൻസ് ആണ്. മേജർ ട്രാൻസ്ലേഷൻസ്. ദെൻ അദ്ദേഹത്തിന്റെ എസ്സേ ആണ് കളക്റ്റഡ് എസ്സേസ് ഓഫ് രാമാനുജൻ എന്നുള്ള ടൈറ്റിലിൽ പുറത്തിറങ്ങിയിട്ടുള്ളത്. എസ്സേയുടെ എല്ലാ എസ്സേകളും കൂടെ ചേർത്തിട്ട് എന്താണ്? കളക്റ്റഡ് എസ്സേസ് ഓഫ് രാമാനുജൻ എന്ന് പറഞ്ഞിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഓതർ റിലേറ്റഡ് ആയിട്ടുള്ള വലിയ രീതിയിലുള്ള ചോദ്യങ്ങളൊന്നും നമുക്ക് അതിൽ നിന്ന് ചോദിക്കാനില്ല. 1-2 വർക്കുകൾ റിലേറ്റഡ് ആയിട്ട് മാത്രമേ ചോദിക്കുള്ളൂ. ഒബിച്വറി ആരെഴുതിയതാണ് എന്നുള്ളത് ചോദിക്കാം. AK രാമാനുജന് സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച വർഷം ചോദിക്കാം. അങ്ങനെ റെയർ ആണ് അദ്ദേഹത്തിന്റെ ബയോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുക. നമുക്ക് നേരെ നമ്മളുടെ പോയത്തിലേക്ക് പോകാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോയമാണ് അല്ലേ? എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ആ ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റർ ആയതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ കേട്ട് പരിചയമുള്ള ഒരു 1929 ശേഷം എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് പരിചയമുള്ള ഒരു ഇംഗ്ലീഷ് ഫോമാറ്റും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും ആ പോയത്തിൽ ഉണ്ടാവുക. അതുകൊണ്ട് എളുപ്പത്തിൽ പഠിച്ചെടുക്കാം. ഒബിച്വറി. The word obituary means a notice of death in newspaper including a brief biography. ഇവിടെ ഈ ഒബിച്വറി എന്നുള്ള ഈ ഒരു ടൈറ്റിൽ കൊണ്ട് എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്കറിയാം, സാധാരണ ഈ വേർഡ് ഒബിച്വറിയുടെ മീനിങ് എന്താണ്? നമ്മൾ പത്രത്തിലൊക്കെ കാണാറുണ്ട് അല്ലെ? ചരമക്കുറിപ്പ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളെ കുറിച്ചിട്ടുള്ള ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷനോട് കൂടി പത്രത്തിൽ ഫോട്ടോ സഹിതം വരുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഒബിച്വറി. The word obituary means a notice of death in newspaper. പത്രങ്ങളിലൊക്കെ ദൂരെയുള്ള ആളുകൾക്കൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പത്രമൊക്കെ വായിക്കുന്ന ആളുകൾക്ക് അറിയാം അല്ലേ? ആ ഒരു ഇതിൽ എന്തുണ്ടാകും? അവരുടെ പേര്, വിവരങ്ങൾ, ഇൻക്ലൂഡിങ് എ ബ്രീഫ് ബയോഗ്രഫി. ഇപ്പോഴത്തേക്ക് ഒബിച്വറി ഭയങ്കര രസമാണ്. നമ്മൾക്ക് ആ മരണവിവരത്തിനേക്കാളും കൂടുതൽ അവർ ആഗ്രഹിക്കുന്നത് അവര് എത്ര മക്കളുണ്ട്, ആ മക്കളൊക്കെ എവിടെയാണ്, ഒരു മൂത്തമോൻ അല്ലെ പേരുണ്ടാകും, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, അങ്ങനെ വ്യത്യസ്ത പൊസിഷനുകൾ കാണിക്കാൻ അവരുടെ ഒരു എന്താണ് മക്കളുണ്ട്, അവരുടെ റിലേറ്റീവ്സ് ഇന്ന കുടുംബത്തിലാണ് എന്നുള്ളത് ഒരു സ്റ്റാറ്റസ് ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ ഒരു ഒബിച്വറി കോളൊക്കെ ഉപയോഗിക്കുന്നു. പണ്ട് ഒബിച്വറി എന്ന് പറയുന്നത് മരണ വാർത്തകൾ അറിയാൻ, ഇന്ന സ്ഥലത്ത് ഇന്ന ആളുടെ മകൻ ഇത്രാം വയസ്സിൽ എന്താണ് ഇന്ന അസുഖം കാരണം നിര്യാതനായി എന്നുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ അതിൽ മക്കളും പേരമക്കളും മരുമക്കളും അങ്ങനെ ആ ഒരു സ്റ്റാറ്റസ് കാണിക്കാനുള്ള ഒരു കോളമായിട്ട് ഒബിച്വറി എന്ത് ചെയ്യാണ്? മാറിക്കൊണ്ടിരിക്കുകയാണ്. കാലം മാറുമല്ലോ അല്ലെ? കാലം മാറുന്നതിനനുസരിച്ചിട്ട് കോലങ്ങളും ഒബിച്വറിയുടെ കോലവും മാറി. Then the poem is written on the death of his father. ഒബിച്വറി എന്ന് പറയുന്ന പോയം ഈ പോയറ്റിന്റെ അച്ഛന്റെ മരണശേഷം എഴുതിയിട്ടുള്ള ഒരു പോയമാണ്. അതുകൊണ്ട് തന്നെയാണ് മരണത്തിനെ സൂചിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ആയിരിക്കാം അതിന്റെ ടൈറ്റിൽ എന്ത് വരുന്നത്? ഒബിച്വറി എന്നുള്ളത് വരുന്നത്. Then the poet explains how his death has affected his family, what he has achieved in his family. പോയറ്റ് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? How his death. ഇവിടെ his death ആരുടെ ഡെത്ത് ആണ്? അച്ഛന്റെ അല്ലെ? ഫാദേഴ്സ് ഡെത്ത് ഹാസ് അഫക്റ്റഡ് ഹിസ് ഫാമിലി. ഒരാൾ വീട്ടിൽ ആകെ സമ്പാദിക്കാനുണ്ടായിരുന്ന ഒരാള് അല്ലെങ്കിൽ അതിലൊരു അച്ഛൻ മരിച്ചു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ബാധിക്കുന്നത് മരണശേഷം മരിച്ചു പോയവരെ അതൊരിക്കലും അവർക്ക് ബാധിക്കില്ല. ബാധിക്കുന്നത് ജീവിച്ചിരിക്കുന്ന ആളുകളെ ആയിരിക്കും. അപ്പൊ അത് അയാളുടെ ഫാമിലിനെ എങ്ങനെ ബാധിച്ചു? ആൻഡ് വാട്ട് ഹിസ് ഫാദർ, ഹി എന്നുള്ളതൊക്കെ ഇവിടെ എന്നാത്തിനെ സൂചിപ്പിക്കുന്നത്? അയാളുടെ അച്ഛനാണ് അല്ലെ? ഹാസ് അച്ചീവ്ഡ് ഇൻ ഹിസ് ലൈഫ്. എന്താണ് ജീവിതത്തിൽ അവരച്ഛൻ നേടിയത് എന്നുള്ളതാണ് ഈ പോയത്തിന്റെ കുഞ്ഞു ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്. ഇറ്റ് കണ്ടെയ്ൻസ് 8 stanzas with 7 lines each. ആകെ 8 stanzas ആണ് ഉള്ളത്. ഒരു സ്റ്റാൻസയിൽ എത്ര വരികളാണുള്ളത്? 7 വരികളാണ് ഉള്ളത് അല്ലെ? എപ്പൊ എത്രയാണ്? 56
ലൈൻസ്, 56 വരികളുള്ള ചെറിയ ഒരു പോയമാണ് ഒബിച്വറി. 8 സ്റ്റാൻസാസ് ഉണ്ട്, ഓരോ സ്റ്റാൻസയിലും 7 വരികളുണ്ട്. അങ്ങനെ ടോട്ടൽ 56 ലൈൻസ് ഉള്ള കുഞ്ഞു പോയം ഒബിച്വറി. എന്തിനെ കുറിച്ച് പറയുന്നു? മരിച്ചു പോയിട്ടുള്ള അച്ഛനെ കുറിച്ചും ആ അച്ഛൻ വിട്ടിട്ട് പോയിട്ടുള്ള കുറെ കാര്യങ്ങളെ കുറിച്ചും അച്ഛന്റെ മരണശേഷം അവരുടെ ഫാമിലി അതെങ്ങനെ ബാധിക്കും എന്നുള്ളതൊക്കെയാണ് ഈ കവിതയിൽ കണ്ടന്റ് ആയിട്ട് വരുന്നത്. നോ റൈം സ്കീം, പ്രത്യേകിച്ച് ഒരു റൈം സ്കീം ഒന്നും ഒബിച്വറിക്ക് ഇല്ല. ഒരു മരണമല്ലേ, ഒരു സങ്കടമല്ലേ, ഒരു ദുരിതമല്ലേ പറയുന്നത് അല്ലേ? അപ്പൊ അതിനൊക്കെ റൈമൊക്കെ നോക്കി കറക്റ്റ് ആയിട്ട് ഇങ്ങനെ എഴുതി വരാനൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു റൈം സ്കീം ഒന്നും ഒബിച്വറി എന്ന് പറയുന്ന പോയത്തിന് ഇല്ല. ഓക്കെ, നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള പോയാണെന്ന് പറഞ്ഞാൽ സാധാരണ പോയത്തിന്റെ ഒക്കെ മുൻപിൽ നമുക്ക് അതിലെ റൈം സ്കീമെ കുറിച്ച്, അതിന്റെ മീറ്ററിനെ കുറിച്ച്, അതിന്റെ വരികളെ കുറിച്ചിട്ടൊക്കെ കുറെ എക്സ്പ്ലനേഷൻ ഉണ്ടാകും. അല്ലെങ്കിൽ പോയത്തിന്റെ കണ്ടന്റുകളെ കുറിച്ചൊക്കെ കുറെ എക്സ്പ്ലനേഷൻ. ഇവിടെ അതൊന്നുമില്ല. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാനേ ഉള്ളൂ ഒബിച്വറി. അല്ലെങ്കിൽ അതിന്റെ മുൻപ് എന്താണ്, ഇതിന് ശേഷം എന്താണ്, അങ്ങനെയൊന്നുമില്ല. ഒബിച്വറി അദ്ദേഹത്തിന്റെ അച്ഛന്റെ മരണശേഷം അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു പോയമാണ്. സ്പീക്കർ. ഫാദർ when he passed on left dust on a table of papers, left debts and daughters, a bedwetting grandson named by the toes of a coin after him. അപ്പോൾ ഒബിച്വറി എന്നുള്ള പോയത്തിന്റെ വരികള് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, എന്ത് വരികളിലാണ്? ഫാദർ when he passed on, അച്ഛൻ എന്ത് ചെയ്തപ്പോൾ? മരിച്ചപ്പോൾ അല്ലെ? passed on, when he passed on. അവിടെ അവശേഷിപ്പിച്ചത് എന്താണ്? അദ്ദേഹം അവശേഷിപ്പിച്ചത് കുറെ ഡസ്റ്റ് ആണ്. ഡസ്റ്റ് പിടിച്ച ടേബിളും കുറെ പേപ്പേഴ്സും. സാധാരണ അച്ഛന്മാരുടെ ഒരു റൂമിന്റെ ഒരു സങ്കല്പമാണ് അല്ലെ? ഒരു ടേബിൾ ഉണ്ടാകും, അവിടെ കുറെ പൊടി പിടിച്ച് കിടക്കുന്ന എന്തുണ്ടാകും? പേപ്പർ ഉണ്ടാകും. ആ പേപ്പറും കാലങ്ങളായിട്ട് ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പേപ്പറൊക്കെ വായിക്കുന്ന ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ എഴുതുന്ന ആളുകളൊക്കെ ആണെങ്കിൽ കുറെ പേപ്പർ ഉണ്ടാകും, അതൊക്കെ ഇങ്ങനെ പൊടി പിടിച്ച് കിടക്കുന്നുണ്ട്. അപ്പൊ അച്ഛൻ മരിച്ചു, അച്ഛന്റെ മരണശേഷം എന്തൊക്കെയാണ് ബാക്കിയായിട്ടുള്ളത് എന്നാണ് മകൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ അച്ഛന്റെ ചരമ കുറിപ്പ് അല്ലെ, എന്താണ് അതിൽ പറയുന്നത്? ഒബിച്വറിയിൽ പറയുന്നത് വെച്ചാൽ അച്ഛന്റെ മരണശേഷം ഒരു ടേബിൾ ഉണ്ട്, അതിലേക്ക് പൊടി പിടിച്ച് കുറെ പേപ്പറൊക്കെ കിടക്കുന്നുണ്ട്. ലെഫ്റ്റ് ഡെപ്റ്റ്സ് ആൻഡ് ഡോട്ടേഴ്സ്. ഇനി അച്ഛൻ ബാക്കി വെച്ചിട്ട് പോയത് എന്താണ്? ഡെപ്റ്റുകളാണ്, കടങ്ങളാണ് അല്ലെ? ഡെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കടം. കുറേ കടങ്ങള് ബാക്കി വെച്ച് പോയിട്ടുണ്ട്. പിന്നുണ്ട് അച്ഛന് പെൺമക്കളുണ്ട്, ഡോട്ടേഴ്സ്. അവശേഷിപ്പികളായിട്ട് എന്തുണ്ട്? കുറച്ച് പെൺമക്കളുണ്ട്. എ ബെഡ് വെറ്റിംഗ് ഗ്രാൻഡ് സൺ, ബെഡിലൊക്കെ മൂത്രം ഒഴിക്കുന്ന ഒരു പേരക്കുട്ടിയുണ്ട്. നെയ്മഡ് ബൈ ദ ടോസ് ഓഫ് എ കോയിൻ ആഫ്റ്റർ ഹിം. അദ്ദേഹത്തിന്റെ പേര് മരണശേഷം കോയിനൊക്കെ ഇട്ടിട്ട് കുലുക്കിയിട്ടിട്ട് പേര്, അദ്ദേഹത്തിന്റെ പേര് തന്നെയാണ് ഈ ഗ്രാൻഡ് സണ്ണിനും എന്ത് ചെയ്തിട്ടുള്ളത്? കൊടുത്തിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ പേരുള്ള ബെഡിൽ മൂത്രമൊക്കെ ഒഴിക്കുന്ന ഒരു പേരക്കുട്ടിയെയും കൂടി അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? അവശേഷിപ്പിച്ചിട്ടുണ്ട്. ഈ വരികളിൽ നിന്ന് തന്നെ നമുക്ക് ഒരു ടിപ്പിക്കൽ റൂറൽ ഇന്ത്യൻ വീടിന്റെ ഒരവസ്ഥയാണ് എന്ത് ചെയ്യുന്നത്? കിട്ടുന്നത് അല്ലെ? ഒരു ടിപ്പിക്കൽ റൂറൽ, അത്ര വലിയ സാമ്പത്തികമായിട്ട് മുന്നിലൊന്നും നിൽക്കാത്ത ആളുകളുടെ വീട്ടിൽ ഒരു മരണം നടന്നാൽ, പ്രത്യേകിച്ച് ആ വീട്ടിലെ അച്ഛനാണ് മരിച്ചു പോകുന്നതെങ്കിൽ അവിടെ അവശേഷിക്കുന്നത് എന്താണ്? ആ അച്ഛൻ ബാക്കി വെച്ചിട്ട് പോകുന്ന ചില ഓർമ്മകൾ ഉണ്ടാകും അല്ലെ? ഇപ്പൊ അച്ഛന്റെ ഡ്രസ്സുകളായിക്കോട്ടെ, അല്ലെങ്കിൽ കണ്ണടയായിക്കോട്ടെ, അതല്ലെങ്കിൽ അവർ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർ ജോലി ചെയ്തിരുന്ന ഉപകരണങ്ങളാകട്ടെ അല്ലെ? അപ്പൊ ഇവിടെ അച്ഛനാണെങ്കിൽ കുറച്ച് പേപ്പർ ഉണ്ട്, അച്ഛൻ സാധാരണ ഉപയോഗിക്കുന്ന ടേബിളിൽ അതിങ്ങനെ പൊടി പിടിച്ച് കിടക്കുന്നുണ്ട്. പിന്നെ അച്ഛന് സ്വന്തം എന്ന് പറയാനുള്ളത് കുറെ കടങ്ങളാണ്. അതും നമ്മളുടെ ആ ഒരു ഇന്ത്യൻ ടിപ്പിക്കൽ വില്ലേജിലെ അച്ഛന്റെ മരണശേഷം ഏറ്റെടുത്ത് നടത്തേണ്ടുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒന്ന് തന്നെയാണ് ഇതെന്ന് പറയുന്നത് കടങ്ങൾ അല്ലെ? അവശേഷിപ്പിച്ചു പോകുന്നത്. വലിയ മാറ്റമൊന്നും ഇപ്പോഴും എന്ത് ചെയ്തിട്ടില്ല? വന്നിട്ടില്ല. തലമുറകൾ കൈമാറിക്കൊണ്ടുവരുന്ന ഒരു കാര്യം തന്നെയാണ് കടം. അച്ഛൻ മരിച്ചാൽ അച്ഛന്റെ കടം അടുത്ത തലമുറയ്ക്ക് അത് ബാക്കിയായിട്ടും.
അതുപോലെ തന്നെ ഡോട്ടേഴ്സ്. പിന്നെ ഉത്തരവാദിത്തമുള്ള മറ്റൊരു സാധനമാണ് എന്തെന്ന് പറയുന്നത്, പെൺമക്കള്. അച്ഛൻ കടമുണ്ട്, ഒപ്പം തന്നെ എന്തുണ്ട്, കുറെ പെൺമക്കളും ഉണ്ട്, ബാക്കി വെച്ചിട്ട് പോയിട്ടുണ്ട്. അതുപോലെ എ ബെഡ് വെറ്റിംഗ് ഗ്രാൻഡ് സൺ. സാധാരണ പണ്ടത്തെ കുട്ടികളുടെയൊക്കെ ഒരു സ്വഭാവമാണ് അല്ലെ, ബെഡിൽ എന്ത് ചെയ്യുക, മൂത്രം ഒഴിക്കുക എന്നുള്ളത്. ഇന്ന് അങ്ങനെ ഒരു പ്രോസസ്സ് നമുക്ക് കാണാനായിട്ട് പറ്റില്ല. കാരണം ഒരുപാട് അതിനുള്ള എന്താ പറയുക, സാധനങ്ങൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എങ്ങനെ നമുക്ക് നമ്മുടെ ബെഡിനെ സംരക്ഷിക്കാം, കുറേ ലക്ഷക്കണക്കിന് രൂപയൊക്കെ കൊടുത്ത് വാങ്ങുന്ന ബെഡാണല്ലോ. അപ്പൊ അതുകൊണ്ട് അതിനെ എങ്ങനെ സംരക്ഷിക്കാം. ഇന്ന് കുട്ടികൾ കിടക്കയിലൊന്നും എന്ത് ചെയ്യാറില്ല, മൂത്രം ഒഴിക്കാറില്ല. പക്ഷെ പണ്ട് അങ്ങനെയല്ല, ഒരു സ്കൂളിലേക്ക് പോകുന്നത് വരെ കുട്ടികൾക്ക് ഇതെന്തായിരുന്നു, ഒരു ശീലമായിരുന്നു. അപ്പൊ ആ ഒരു ടിപ്പിക്കൽ ഗ്രാമീണ ജീവിതത്തിന്റെ നേർക്കാഴ്ചകളിലേക്കാണ് AK രാമാനുജൻ ഈ വരികളിലൂടെ നമ്മളെ എത്തിക്കുന്നത്. അതുപോലെ തന്നെ പറയുന്ന മറ്റൊരു കാര്യമാണ് ടോസ് ഇട്ടിട്ട് കുട്ടിയുടെ പേര്. പണ്ട് നമ്മൾ മരിച്ചു പോയിട്ടുള്ള മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും, ഇനിയിപ്പോ അവര് ജീവിച്ചിരിക്കുകയാണെങ്കിൽ പോലും അടുത്ത പേരക്കുട്ടിക്ക്, മകന്റെയോ മകളുടെയോ ഒക്കെ കുട്ടിക്ക് അവരുടെ പേരാണ് എന്ത് ചെയ്യുന്നത്, ഇട്ട് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെ അദ്ദേഹത്തിന്റെ മരണശേഷം ഒരു ടോസ് ഒക്കെ ഇട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ പേര്, ഏത് കുട്ടിക്ക് ആ പേരിടണം എന്നൊക്കെ എന്ത് ചെയ്യുന്നത്, തീരുമാനിക്കുന്നത്. വളരെ ആ ഒരു ഒബിച്വറി എന്നുള്ള പേര് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം വിചാരിക്കും പോയറ്റ് അദ്ദേഹത്തിന്റെ അച്ഛൻ മരിച്ചതിലുള്ള ഒരു സങ്കടമാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, പറയാൻ പോകുന്നത് എന്നുള്ളത്. പക്ഷെ ഇവിടെ നമുക്ക് പിന്നീട് ഇങ്ങോട്ട് കടക്കുന്ന സമയത്ത് അടുത്ത സ്റ്റാൻസയിലേക്കൊക്കെ എത്തുമ്പോൾ അറിയാം എന്താണ് ഈ മകന് അച്ഛന്റെ മരണത്തില് പറയാനുള്ളത് എന്ന്. നോക്കാം അടുത്ത വരിയില്. A house that leaned slowly through our growing years on a bent coconut tree in the yard, being the burning type, be burned properly at the cremation. പിന്നെ അച്ഛൻ അവശേഷിപ്പിച്ചു പോയ മറ്റൊരെണ്ണമാണ് വീഴാറായി ഇങ്ങനെ ഒടിഞ്ഞു തൂങ്ങി വളഞ്ഞിങ്ങനെ ബെൻഡ് ചെയ്ത് നിൽക്കുന്ന എന്താണ്, വീട് അല്ലെ, ലീൻഡ്. എ ഹൗസ് ദാറ്റ് ലീൻഡ്. ആ വീട് നിൽക്കുന്നത് എന്തിലൂടെയാണ്, എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. കാലങ്ങളായിട്ട് ഞങ്ങളുടെ വീട്ടില് ഒരു കോക്കനട്ട് ട്രീ ഉണ്ട്, ഒരു തെങ്ങുണ്ട്. ആ തെങ്ങിൽ ഇങ്ങനെ എന്ത് ചെയ്യാണ്, വളഞ്ഞിങ്ങനെ ചാരി നിൽക്കുന്നത് പോലെയുള്ള ഒരു വീടാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് കൈയും കാലും ഒക്കെ കടയുന്ന സമയത്ത് ഇങ്ങനെ പോയി ചാരി നിന്നു എന്നുള്ള ഒരു അർത്ഥമാണ് അവിടെ ആക്കുന്നത്. അല്ല, ഒരുപാട് പഴക്കം ചെന്ന വീടാണ്, ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായിട്ടുള്ള എന്താണ്, വീടാണ്. അതിന് തനിയെ ആ ഒരു കോക്കനട്ട് ട്രീയുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ അതെപ്പോ വീണു എന്നുള്ളത് ചോദിച്ചാൽ മതി. നമ്മുടെ ഓതറൊക്കെ ജനിച്ചപ്പോൾ തൊട്ട് കാണുന്ന, ജനിച്ച് വളർന്നിട്ടുള്ള എന്താണ്, വീടാണ്. വലിയൊരു ആൾട്രേഷൻസ് ഒന്നും അതിൽ എന്ത് ചെയ്തിട്ടില്ല, വരുത്തിയിട്ടില്ല. Being the burning type, be burned properly at the cremation. അച്ഛൻ എന്ന് പറയുന്നത് ഭയങ്കര ദേഷ്യക്കാരനാണ്, ഷോർട്ട് ടെമ്പേർഡ് ആണ്, പെട്ടെന്ന് തന്നെ ചൂടാകുന്നതാണ്. അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന്റെ ക്രമേഷൻ, അദ്ദേഹത്തിനെ ശ്മശാനത്തിൽ കൊണ്ടുപോയിട്ട് ചുടുമ്പോഴും അദ്ദേഹം വേഗത്തിൽ എന്ത് ചെയ്തത്, കത്തിപ്പോയത്, നന്നായിട്ട് ചൂടായത് എന്നുള്ളത്. സാധാരണ എല്ലാ കുടുംബത്തിലെയും അച്ഛൻ ഫിഗർ എന്ന് പറയുമ്പോൾ അല്ലെ, നമ്മളിപ്പോ ഓർക്കുന്ന ഒരു അച്ഛന്റെ രൂപം എന്ന് പറയുമ്പോൾ അധികവും എന്തായിരിക്കും, ആ കുടുംബത്തിനെ അടക്കി ഭരിച്ചിരുന്ന, ഭയങ്കര ഷോർട്ട് ടെമ്പേർഡായിട്ടുള്ള, ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ ചിത്ത പറയുന്ന, ഇതൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു അച്ഛൻ ഫിഗറാണ് പറയുന്നത് കേട്ടോ. ആ AK രാമാനുജന്റെ ഒക്കെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു അച്ഛൻ, ഒരു ടിപ്പിക്കൽ ഇന്ത്യൻ അച്ഛൻ. ഇപ്പോഴൊക്കെ അച്ഛന്മാരൊക്കെ ഭയങ്കര എന്ത് ചെയ്തിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. ഇത് കേൾക്കുന്ന അച്ഛന്മാരൊക്കെ വിചാരിക്കും ഞങ്ങൾ അങ്ങനെയല്ലല്ലോ. അച്ഛന്മാർക്കൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ ഷോർട്ട് ടെമ്പേർഡ് എന്നുള്ളത് അച്ഛൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന് മാത്രം അങ്ങോട്ട് കൊടുത്തിട്ടൊന്നുമില്ല. ആ വീട്ടില് അമ്മ ഷോർട്ട് ടെമ്പേർഡ് ആകാം അല്ലെ, കുട്ടികൾ വരെ ഷോർട്ട് ടെമ്പേർഡ് ആണ്. എല്ലാവരും ഇപ്പൊ ദേഷ്യപ്പെടാറുണ്ട്. എല്ലാവർക്കും തുല്യമായിട്ടുള്ള കുറെ റോളുകളുണ്ട്. ഇപ്പൊ മേശ പൊടി പിടിച്ച് കിടക്കുന്നത് അച്ഛന്റെ മേശകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് അച്ഛന്റെ സാധനങ്ങൾ തൊടാനൊക്കെ അച്ഛന് മാത്രമേ അവകാശം
അവകാശം ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ അച്ഛൻ മാത്രമേ അത് തൊട്ടിരുന്ന കുറെ സാധനങ്ങളൊക്കെ ഉണ്ടാവും പല വീടുകളിൽ. ഇന്ന് അങ്ങനെയൊന്നുമല്ല. ഇന്ന് നമുക്ക് നമ്മുടേതായുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ അച്ഛൻ എന്ന് പറയുന്ന ആൾക്ക് അവശേഷിപ്പിച്ചു പോകുമ്പോൾ കടങ്ങളൊക്കെ, വലിയ മാറ്റങ്ങളൊക്കെ കുറെ നമ്മുടെ ലൈഫ് സ്റ്റൈലിലൊക്കെ വന്നുകൊണ്ട് തന്നെ കടങ്ങളിലും മക്കളിനെ എങ്ങനെ നോക്കണം, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളിലൊക്കെ എന്തുണ്ട്, മാറ്റങ്ങളുണ്ട്. പക്ഷെ അന്നത്തെ കാലത്ത് ഒരച്ഛൻ മരിച്ചു പോകുമ്പോൾ ഈ അവശേഷിപ്പിച്ചു പോകുന്ന കടങ്ങളും അവശേഷിച്ചു പോകുന്ന പെൺമക്കളും ഒക്കെ ബാക്കി ഫാമിലിയുള്ളവർക്ക് എന്താണ്, ഒരു ബാധ്യതയാണ് എന്നുള്ളതാ. ആസ് ബിഫോർ ഈസിലി ആൻഡ് അറ്റ് ബോത്ത് ends left his icons in the ashes that didn't look one bit different, several spinal disc rough, some burnt coal for sons. ഇനി അടുത്തത് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? അച്ഛൻ ഷോർട്ട് ടെമ്പേർഡ് ആയതുകൊണ്ട്, അച്ഛൻ ഭയങ്കര ചൂടനായതുകൊണ്ട് തന്നെ ക്രിമേഷൻ അച്ഛൻ നന്നായിട്ട് ചൂട് അച്ഛൻ നന്നായിട്ട് വെന്തു ഉരുകി നന്നായി കത്തി. എക്സെപ്റ്റ് എന്ത് മാത്രമാണ് ഇനി അവശേഷിപ്പിച്ചിട്ടുള്ളത് ആ തീയില്? ഐക്കോയിൻസ്. ഈ മരണാനന്തര ചടങ്ങുകൾക്കൊക്കെ ശേഷം എന്ത് ചെയ്യും, ഈ കണ്ണിലൊക്കെ എന്ത് വെക്കാറുണ്ട്? ഈ കോയിൻ വെക്കാറുണ്ട്. ചില സ്ഥലത്ത് തമിഴ്നാട്ടിലൊക്കെ നമ്മളിങ്ങനെ നെറ്റിയിൽ ചൂടുന്നത് കാണാം അല്ലെ, ചില സ്ഥലത്തൊക്കെ കണ്ണിലാണ് ഐക്കോയിൻസ് വെക്കുന്നത്. അപ്പോൾ അത് എന്ത് ചെയ്യില്ല, അത് മെറ്റലാണ്, അത് എന്ത് ചെയ്യുന്നില്ല, കത്തുന്നില്ല. അപ്പൊ ഇവിടെ ആ ഐക്കോയിൻസ് മാത്രമാണ് ആ തീയിൽ എന്ത് ചെയ്യുന്നത്, അവശേഷിക്കുന്നത്. ഇവിടെ ഈ ഐക്കോയിൻസ് എന്നുള്ളത് വേറൊരു തരത്തിലേക്ക് നമുക്ക് പറയുകയാണെങ്കിൽ റെപ്രസെന്റ് ചെയ്യുന്നത് സെൽഫിഷ്നെസ്. അച്ഛന്റെ എന്താണ്, സെൽഫിഷ്നെസ് അല്ലെങ്കിൽ ഗ്രീഡി സ്വഭാവം. ഗ്രീഡി ആയിരുന്നു അച്ഛൻ. ഭയങ്കര ആർത്തിയാണ്, ഇനിയും എന്തെങ്കിലുമൊക്കെ വേണം. അപ്പൊ അവരുടെ ആ കണ്ണുകളൊക്കെ ഇങ്ങനെ തുറന്നു വെച്ചിട്ട് എപ്പോഴും അത്യാർത്തിയോടുകൂടെ ഇങ്ങനെ ഇരിക്കത്തില്ലയോ, അതൊക്കെ അത് ഇനിയും പോയിട്ടില്ല ആ രൂപത്തിൽ നിന്ന് എന്നുള്ളതായിരിക്കാം. ഇവിടെ അച്ഛനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ലല്ലോ, അച്ഛന്റെ മരണത്തിലുള്ള സങ്കടമല്ലല്ലോ ഒരു മകൻ പറയുന്നത്, ആ അച്ഛനോടുള്ള വെറുപ്പാണ് ഈ വരികളിലൂടെ ഒബിച്ചുറി എന്നുള്ള പോയത്തില് ആ മകൻ എന്ത് ചെയ്യുന്നത്, എക്സ്പ്രസ് ചെയ്യുന്നത് അല്ലെ. ഇൻ ദ ആഷസ് ദാറ്റ് ഡിഡ്ന്റ്, ആ ചാരത്തില് അതെന്ത് ചെയ്തില്ല, കത്തി പോയില്ല അല്ലേ. ഇനി ആ ചാരം, കത്തിച്ചീർന്ന ചാരങ്ങള് അത് ആർക്കു വേണ്ടിയിട്ടാണ് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത്, മാറ്റി വെച്ചിട്ടുള്ളത്? മക്കൾക്കു വേണ്ടിയിട്ടാണ്, മകനു വേണ്ടി. അല്ലെങ്കിൽ എന്താ, നമ്മൾ ഈ കത്തിച്ച ചാരമൊക്കെ എടുത്ത് കൊടുത്തില്ലോ, എവിടെയാണോ നമ്മളുടെ ജീവിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഏത് മതത്തിലാണോ വിശ്വസിക്കുന്നത് അതിനനുസരിച്ചിട്ട് അതിൽ കുറെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും ഒക്കെ എന്ത് ചെയ്യാനുണ്ട്. ഇവിടെ ആ അച്ഛൻ എന്തൊക്കെയാണോ അവശേഷിപ്പിച്ചു പോയത് അതെല്ലാം ഏറ്റെടുക്കേണ്ടത് മകൻ എന്നുള്ള നിലയ്ക്ക് അയാളുടെ എന്താണ്, ഉത്തരവാദിത്വമാണ്. ഇപ്പൊ കടവായിക്കോട്ടെ, പെങ്ങന്മാരായിക്കോട്ടെ, പെങ്ങന്മാരെന്നെടുത്ത് പറയാനുള്ള കാരണം ആ പെൺമക്കളിനെ എന്ത് ചെയ്യണം, കല്യാണം കഴിച്ചു കൊടുക്കണം. ചുരുങ്ങിയ ചെലവൊന്നല്ല അല്ലെ 2 പെൺമക്കളെയൊക്കെ കല്യാണം കഴിച്ചു കൊടുക്കുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അച്ഛൻ അവശേഷിപ്പിച്ചതാണ് ആ ആഷസ്, ആ ചാരം. എന്തിനാണ് ആ ചാരം ഇവിടെ അവശേഷിപ്പിക്കുന്നത്? To pick gingerly and throw as the priest said, facing east, where 3 rivers met near the railway station, no long standing headstone with his full name and 2 dates. ആ ആഷസ് എടുത്തിട്ട്, ആ ചാരം എടുത്തിട്ട് പുരോഹിതൻ അല്ലെങ്കിൽ പ്രീസ്റ്റ്, ആ കർമ്മം നടത്തുന്ന ആള്, കർമ്മി അല്ലെ, അയാൾ ആരാകാം, പൂജാരിയാകാം, ആര് വേണമെങ്കിലും ആകാം. അയാള് പറഞ്ഞു ആ ആഷസ് എടുത്തിട്ട് നദികൾ, 3 നദികൾ കൂടിച്ചേരുന്ന ഒരു സ്ഥലമുണ്ട് റെയിൽവേ സ്റ്റേഷന്റെ അപ്പുറത്ത്, അവിടെ കൊണ്ടുപോയി നിങ്ങളെ അച്ഛന്റെ ചിതാഭസ്മം, ആഷസ് മീൻസ് എന്താണ്, ചിതാഭസ്മം, അതെന്ത് ചെയ്യണം, ഒഴുക്കണം അല്ലെ, ഒഴുക്കണം. ആ ചിതാഭസ്മം എന്ത് ചെയ്യണം, ഒഴുക്കണം. എന്നിട്ട് അച്ഛന്റെ ശവക്കല്ലറയിലൊക്കെ ഇങ്ങനെ ഇതുണ്ടാവുമല്ലോ, കല്ലുകൾ, അതിൽ അച്ഛന്റെ പേര് ഇതൊക്കെ എന്ത് ചെയ്യണം, എഴുതി വെക്കണം. To hold in their parentheses everything he didn't quite manage to do himself, like his Caesarean birth in a Brahmin ghetto and his death by heart failure in the fruit market. ഈ parenthesis, bracket, നമ്മൾ ഈ ഗ്രേവ് സ്റ്റോണിലൊക്കെ കാണാറുണ്ട് അല്ലെ, ഇങ്ങനെ ബ്രാക്കറ്റ് ഒക്കെ ഇട്ടിട്ട് ബോൺ, എപ്പോഴാണ് ജനിച്ചത്, then dead, മരിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ
എന്ത് ചെയ്യാറുണ്ട്, കാണാറുണ്ട്. ഇവിടെ അച്ഛൻ ഒരു ബ്രാഹ്മിനാണ്. ബ്രാഹ്മിൻ ബർത്ത് മീൻസ് സിസേറിയൻ ബർത്തിലൂടെയാണ് അയാൾ എന്ത് ചെയ്യുന്നത്, ജനിക്കുന്നത്. മരിക്കുന്നത് എങ്ങനെയാണ്, ഹാർട്ട് അറ്റാക്ക് ആണ്. ഫ്രൂട്ട് മാർക്കറ്റിൽ വെച്ച് അയാൾക്ക്, ഒരു മാർക്കറ്റിലെ ഒരു വ്യാപാരിയാണ്, അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യാണ്, ഫ്രൂട്ട് മാർക്കറ്റിൽ ഫ്രൂട്ട് വെച്ചിട്ട് മരണപ്പെടുകയാണ് ഹാർട്ട് അറ്റാക്ക് കാരണം. ബട്ട് someone told me he got 2 lines in an inside column of a Madras newspaper sold by the kilo exactly 4 weeks later to street hawkers. അങ്ങനെ ആ മാർക്കറ്റിൽ വെച്ചിട്ട് അച്ഛൻ മരണപ്പെടുന്നു. അച്ഛനെ കുറിച്ചിട്ട് നല്ല കാര്യങ്ങളൊന്നും ഇയാൾക്ക് എന്ത് ചെയ്യാനില്ല, ഓർക്കാനില്ല. കുറെ കടങ്ങള്, കുറെ മക്കള്, കുറെ നഷ്ടങ്ങള്, ഇതൊക്കെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെയാണ് അവശേഷിപ്പിച്ച് പോയിട്ടുള്ളത്. ആരോ എന്നോട് പറഞ്ഞു, അച്ഛന് പത്രത്തില് എന്താണ്, ഒരു ഒബിച്വറി കോളത്തില് 2 ലൈനുകൾ അയാൾക്ക് വേണ്ടിയിട്ട് അച്ഛന്റെ ഫോട്ടോ ആ പത്രത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, മദ്രാസ് ന്യൂസ് പേപ്പറിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അച്ഛന്റെ മരണശേഷം എക്സാക്ട്ലി 4 ആഴ്ചകൾക്ക് ശേഷം സ്ട്രീറ്റ് ഹോക്കേഴ്സ് ഇങ്ങനെ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യില്ലേ, വിൽക്കില്ലേ. അപ്പോ നമുക്ക് അധികവും ഈ ഒബിച്വറി വിവരങ്ങളൊക്കെ ഇങ്ങനെ സാധനങ്ങളൊക്കെ പൊതിഞ്ഞു കൊണ്ടുവരുന്ന പേപ്പറിലൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലെ. ഹു സെൽ ഇറ്റ് ഇൻ ടേൺ ടു ദ സ്മോൾ ഗ്രോസറീസ് വേർ ഐ ബൈ സോൾട്ട്, കൊറിയാൻഡർ ആൻഡ് ജാഗറി. ജിഗറി അല്ല, എന്താണ്, ജാഗറി. ടു ബൈ സോൾട്ട്, കൊറിയാൻഡർ ആൻഡ് ജഗറി. ശരിക്കും ജിഗറി എന്നുള്ളത് എന്താണ്, അവരുപയോഗിച്ചതാണ് പോയത്തില്. നമുക്കറിയാം എന്താണ് ജാഗറി അല്ലെ. ഈ ന്യൂസ് പേപ്പർ കോൺസ് ദാറ്റ് ഐ യൂഷ്വലി റീഡ്. അപ്പൊ ഇങ്ങനെ ഒരു വാർത്ത അറിഞ്ഞപ്പോ ഞാൻ വീട്ടിലേക്ക് പൊതിഞ്ഞു കൊണ്ടുവരുന്ന മല്ലി, അതുപോലെ മല്ലി, പിന്നെ അതുപോലെ എന്താ പറയാ, ഉപ്പ്, ശർക്കര, വെള്ളം അല്ലെ, ഇതൊക്കെ പൊതിഞ്ഞു കൊണ്ടുവരുന്നത് ന്യൂസ് പേപ്പറിലൊക്കെ ഞാൻ എന്ത് ചെയ്യും, എടുത്തിങ്ങനെ നോക്കും. യൂഷ്വലി ഞാൻ അതിലാണ് എന്ത് ചെയ്യാറുള്ളത്, കാണാറുള്ളത്. അപ്പൊ അതൊക്കെ നോക്കും. ഫോർ ഫൺ ആൻഡ് ലേറ്റ്ലി ഇൻ ദ ഹോപ്പ് ഓഫ് ഫൈൻഡിങ് ദീസ് ഒബിച്വറി ലൈൻസ്. എന്തിനു വേണ്ടിയിട്ടാ, അച്ഛന്റെ ആ ഒബിച്വറി ലൈൻസ് കാണാൻ വേണ്ടിയിട്ടാ. അച്ഛനെ കുറിച്ച് എന്താണ് അതിൽ എഴുതിയിട്ടുള്ളത് എന്നുള്ള ആ ഒബിച്വറി ലൈൻസ് കാണാൻ വേണ്ടി ഞാൻ ഈ പൊതിഞ്ഞു കൊണ്ടുവരുന്നതൊക്കെ എന്ത് ചെയ്യും, എടുത്ത് നോക്കാറുണ്ട്. ആൻഡ് ഹി ലെഫ്റ്റ് us a changed mother and more than one annual ritual. ഇനി അവസാനം അച്ഛൻ വിട്ടുപോയിട്ടുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഒരു അമ്മ അല്ലെ. എ ചേഞ്ച്ഡ് മദർ. എന്താണ് ചേഞ്ച്ഡ് മദർ, മാറ്റം വന്ന എന്നാ. ചിലപ്പോൾ അച്ഛന്റെ മരണശേഷം അമ്മയിലുണ്ടായ മാറ്റമായിരിക്കാം ഉദ്ദേശിക്കുന്നത്, അതല്ലെങ്കിൽ അച്ഛൻ എന്ത് ചെയ്തു, മാറ്റിയെടുത്തു എന്നുള്ള അർത്ഥമായിരിക്കാം. ആൻഡ് മോർ ദാൻ വൺ ആനുവൽ റിച്വൽ. പിന്നെ എന്തുകൂടെ വിട്ടിട്ട് പോയി, ഒരു വർഷത്തിൽ ഒരിക്കൽ നടത്തേണ്ടുന്ന ഒരു ആചാരം കൂടെ എന്താണ് ഞങ്ങളുടെ അച്ഛൻ വിട്ടിട്ട് പോയി. അപ്പൊ ഒബിച്വറിയിൽ വളരെ കുറച്ച് വരികളേ ഉള്ളൂ, 8 സ്റ്റാൻസാസേ ഉള്ളൂ, 7 വരികൾ വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ എങ്ങനെയാണ് ഒബിച്വറി എന്ന് പറയുന്ന ഒരു പോയം സ്റ്റാർട്ട് ചെയ്യുന്നത്? ഒരാൾ, സാധാരണ ഇന്ത്യക്കാരനായിട്ടുള്ള ഒരാൾ എന്ത് ചെയ്യുന്നു, മരിച്ചു പോകുന്നു. അയാളുടെ മകനാണ് ഇവിടുത്തെ എന്ത് എന്ന് പറയുന്നത്, സ്പീക്കർ. ഐ അല്ലെ, മൈ ഫാദർ എന്നൊക്കെ പറയുമ്പോൾ അത് ആര് വേണമെങ്കിലും ആകാം, രാമാനുജൻ തന്നെ ആയിക്കൊള്ളണം എന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ രാമാനുജൻ ജീവിച്ച ആ ഒരു ഇന്ത്യൻ കൾച്ചർ, ഇന്ത്യൻ സാഹചര്യമൊക്കെ ആയിട്ട് നോക്കുന്ന സമയത്ത് അത് ഏതൊരു ഇന്ത്യക്കാരനും ചേരുന്ന തരത്തിലുള്ള ഒരു വരികൾ തന്നെയാണ് അതിലുള്ളത്. അച്ഛൻ മരിച്ചപ്പോൾ അദ്ദേഹം അവശേഷിപ്പിച്ചു പോയത് എന്താണ്, കുറെ പൊടി പിടിച്ച് കിടക്കുന്ന പത്രങ്ങൾ, പേപ്പറുകളും, അതുപോലെ തന്നെ ഒരു ടേബിള്, പിന്നെ കുറെ കടങ്ങളുണ്ട്, പിന്നെ കുറച്ച് പെൺമക്കളുണ്ട്, പിന്നെ ബെഡിൽ യൂറിനേറ്റ് ചെയ്യുന്ന ബെഡ് വെറ്റിംഗ് ഗ്രാൻഡ്സൺ, അദ്ദേഹത്തിന്റെ പേര് തന്നെയുള്ള ഗ്രാൻഡ്സൺ. അപ്പൊ ഇതെല്ലാം നമ്മളുടെ കൾച്ചറിന്റെ ഭാഗമാണ്. കുട്ടികൾക്ക് മുതുമുത്തശ്ശന്മാരുടെ പേരിടുന്നത്, ചെറിയ കുട്ടികൾ എന്താണ് ബെഡിലും മൂത്രം ഒഴിക്കാറുള്ളത്. വീട്ടിലെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ബാക്കി അയാൾ വരുത്തി വെച്ചിട്ടുള്ള കടങ്ങളായിക്കോട്ടെ, ബാക്കി അവശേഷിക്കുന്ന പെൺമക്കളായിക്കോട്ടെ, അവരുടെ വിവാഹമൊക്കെ നടത്തി കൊടുക്കേണ്ടത് ആരാണ്? ആ വീട്ടിൽ ബാക്കി ഇനിയുള്ള ആൺകുട്ടികളാണ് അല്ലെ, മുതിർന്ന ഒരു ആൺകുട്ടിയാണ് എന്ത് ചെയ്യേണ്ടത്, നടത്തേണ്ടത്.
പറയുന്നത്. അത് ഇവിടെ നമ്മുടെ ആരാണ്? സ്പീക്കറാണ് അല്ലെങ്കിൽ പോയറ്റാണ് എന്നുള്ളത് പറയാം. അപ്പൊ അദ്ദേഹത്തിന് ഇതെല്ലാം വെച്ചുകൊണ്ടാണ് അച്ഛൻ പോയത്. പിന്നെ അച്ഛൻ അവശേഷിപ്പിച്ച കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഒരു വീടുണ്ട്. വീടെന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വലിയ ആഡംബര വീടോ വലിയ സൗകര്യങ്ങളുള്ള വീടോ ഒന്നും അല്ല. ഈ പോയറ്റ് ജനിച്ചപ്പോൾ തൊട്ട് കാണുന്നതാണ്. ആ വീടിന് ഒരു സപ്പോർട്ട് ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല? നിൽക്കാനായിട്ട് പറ്റില്ല. ഒരു കോക്കനട്ട് ട്രീയുടെ ഇങ്ങനെ മൂട്ടിൽ ഇങ്ങനെ ചെരിഞ്ഞ് ഇപ്പൊ വീഴും എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ഒരു വീടാണ് പിന്നെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്? സമ്മാനിച്ചിട്ടുള്ളത്. ഭയങ്കര ദേഷ്യക്കാരനായിരുന്നു. ഫാമിലിയോട് ഒരിക്കലും ഒരു അറ്റാച്ച്ഡ് അല്ല അയാള്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ മകൻ ഒരിക്കലും ഇങ്ങനെയുള്ള വരികളിലൂടെ ആയിരിക്കില്ലല്ലോ അദ്ദേഹത്തിന്റെ ചരമ സങ്കടം അല്ലെങ്കിൽ ഒരു ഒബിച്വറി അറിയിക്കുന്നത് ഇങ്ങനെയുള്ള വരികളിലൂടെ ആയിരിക്കില്ല. അപ്പൊ മക്കളും ഒക്കെ ആയിട്ട് അദ്ദേഹത്തിന് വലിയൊരു ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ് ആയിരുന്നു. വളരെ ഈസി ആയിട്ട് തന്നെ അദ്ദേഹത്തിനെ ദഹിപ്പിക്കാൻ സാധിച്ചു, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ. പക്ഷേ ഈ പോയറ്റിന്റെ അല്ലെങ്കിൽ ഈ സ്പീക്കറുടെ കണ്ണിൽ എന്ത് കാണുന്നുണ്ട്? ഇപ്പോഴും ആ ആഷസിൽ കത്താതെ കിടക്കുന്ന ആ ഐക്കോയിൻ, അദ്ദേഹത്തിന്റെ ആ ഒരു ഗ്രീഡിനെസ്, സ്വാർത്ഥത, അല്ലെ, അതൊക്കെ ഇപ്പോഴും അയാളിൽ അച്ഛന്റെ മരണശേഷവും അതിങ്ങനെ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് എന്ത് ചെയ്യാണ്? അച്ഛന്റെ കണ്ണുകളിൽ ഉണ്ടായിരുന്ന ആ ഒരു വികാരങ്ങള് ഈ പോയറ്റിന് എന്ത് ചെയ്യാണ്? ഫീൽ ചെയ്യാണ്. സാധാരണ ആരോ പറഞ്ഞു കേട്ടു, മരിച്ചു കഴിഞ്ഞാൽ അച്ഛന്റെ ചരമ വാർത്ത മദ്രാസ് ന്യൂസ് പേപ്പറിൽ എന്ത് ചെയ്തിട്ടുണ്ട്? വന്നിട്ടുണ്ട് എന്നുള്ളത്. പക്ഷെ അയാൾ അത് കണ്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ എപ്പോഴും വീട്ടിലേക്ക് സാധനങ്ങൾ പൊതിഞ്ഞു മേടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? അതിങ്ങനെ തുറന്നു നോക്കും. അതെന്താണ് അതിൽ ഇരിക്കുക എന്നുള്ള ആകാംക്ഷയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആകാംക്ഷയിൽ അതിങ്ങനെ നോക്കാറുണ്ട്, എപ്പോഴും തിരയാറുണ്ട്. പിന്നെ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ കുറച്ച് ചിതാഭസ്മമാണ് മക്കളുടെ കയ്യിൽ എന്ത് ചെയ്തത്? പ്രീസ്റ്റ് കൊടുത്തത്. എന്നിട്ട് പറഞ്ഞു 3 നദികൾ സംഗമിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഇവര് താമസിക്കുന്നതിന്റെ കുറച്ചപ്പുറത്ത് റെയിൽവേ സ്റ്റേഷൻ അടുത്തായിട്ടാണ് ഈ 3 നദികളുടെ സംഗമം ഉള്ളത്. അവിടെ കൊണ്ടുപോയിട്ട് ഈ അച്ഛന്റെ ചിതാഭസ്മം എന്ത് ചെയ്യണം? ഒഴുക്കണം. അത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വേറെ ഒരു ഇതാണ്. ഈ ആചാരങ്ങളോട്, അനുഷ്ഠാനങ്ങളോട്, മരിച്ചു പോയി കഴിഞ്ഞാൽ അവരെ പിന്നെ പുഴയിലൊഴുക്കുക, അല്ലെ, അങ്ങനെയുള്ളതിനോടൊക്കെ ഉള്ള അദ്ദേഹത്തിന്റെ ഒരു അനിഷ്ടമാണ് നമുക്ക് ആ ഒരു വരികളിൽ എന്ത് ചെയ്യുന്നത്? കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ബാക്കി വെച്ച് പോയതിൽ വേറെ 2 പ്രധാന കാര്യങ്ങൾ കൂടെയുണ്ട്. ഒന്ന് എന്താണ്? അമ്മയാണ്, അല്ലെ, ചേഞ്ച്ഡ് മദർ. മറ്റൊരെണ്ണം, ഇനി അദ്ദേഹത്തിന്റെ ഒരു മരണം എന്ന് പറയുന്നത് ഓരോ വർഷം കഴിയും തോറും ആനുവൽ റിച്വൽ, കുറെ എന്തുണ്ട്? ചടങ്ങുകളുണ്ട്. നമ്മൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ശ്രാദ്ധമൊക്കെ കഴിക്കും, അല്ലെ, വർഷം തികയുന്ന പൂജ. ഓരോ സ്ഥലത്ത് ഓരോ തരത്തിലായിരിക്കും പറയുന്നുണ്ടാവുക. പല ആളുകൾക്കും അത് പലതരത്തിലുള്ള ചടങ്ങുകളായിരിക്കും. അത് തന്നെ നമ്മൾ വർഷാവർഷം മരിച്ചു പോയവർക്ക് വേണ്ടി പൂജയും ആചാരങ്ങളും ചടങ്ങുകളും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്? നടത്താറുണ്ട്. അപ്പോൾ ഇനി അച്ഛൻ അവശേഷിപ്പിച്ചു പോയിട്ടുള്ളത് ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ് അതിൻ്റെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ. നമുക്കതിൻ്റെ കുറച്ച് സമ്മറിയിലേക്ക് കൂടി എന്ത് ചെയ്യാനുണ്ട്? പോകാനുണ്ട്.